എന്ന് പറഞ്ഞാൽ എന്താ? വേദനകൾ, നിങ്ങളുടെ നൊമ്പരങ്ങൾ, നിങ്ങളുടെ പരിവർത്തനങ്ങൾ, വേദനകൾ എല്ലാം ഒരു കണ്ടം കടലാസിൽ എഴുതി എവിടെയും കൊടുക്കാം. നിങ്ങളുടെ ബീവൽ ഭാഷയിൽ നിങ്ങൾക്ക് പരാജയപ്പെടാനുള്ള സ്വാതന്ത്ര്യം മലയാളിക്ക് കേരളത്തിലുള്ളതുപോലെ ഉറുദുവിന് ഇന്ത്യയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ, നോർത്ത് ഇന്ത്യൻ മുസ്ലിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടതിന്റെ ഗതകാല ചരിത്രവും അത് തന്നെയാണ്. വിനിമയം ചെയ്യാൻ ഒരു ഭാഷ അവർക്കില്ല, ഉള്ള ഭാഷയ്ക്ക് അംഗീകാരമില്ല. ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് വലിയ 2 ജീവൽ സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ജീവൽ സ്ഥാപനം എന്നറിയപ്പെടുന്ന മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ കാർമ്മികത്വത്തിൽ ഉണ്ടാക്കിയ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും, അതോടെ തന്നെ മറ്റൊരു വിചക്ഷണനായ മൗലാന ഹക്കീമുൽ അജ്മൽ ഖാന്റെ കാർമ്മികത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി. ആ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു ഒരു കാലത്ത് ഡോക്ടർ സാക്കിർ ഹുസൈൻ. പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയ ഡോക്ടർ സാക്കിർ ഹുസൈൻ, അദ്ദേഹത്തിന്റെ ഭൂതകാലം പരിശോധിച്ചാൽ അദ്ദേഹം ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എന്നും രാഷ്ട്രപതി ഭവനിൽ കയറിയിറങ്ങും. ആരോടൊപ്പം? തന്റെ കൂട്ടുകാർക്കൊപ്പം. പ്രൊഫസർമാരെയും ലെക്ചറർമാരെയും സ്റ്റുഡന്റ് പ്രതിനിധികളെയും കൂട്ടി രാഷ്ട്രപതി ഭവനിൽ ഒരു നിവേദനവുമായി എന്നും കയറിയിറങ്ങാനുള്ള വ്യക്തിയായിരുന്നു ഡോക്ടർ സാക്കിർ ഹുസൈൻ. എന്തായിരുന്നു ആ നിവേദനത്തിൽ? മറ്റൊന്നുമല്ല, ഉറുദു ഭാഷക്ക് ഒഫീഷ്യൽ ലാംഗ്വേജ്, ഭാഷാ അംഗീകാരം വേണം. ഈ ഉറുദു ഭാഷക്ക് ഭാഷാ അംഗീകാരം വേണം എന്ന് പറഞ്ഞ് ദീർഘനാൾ ജാമിയ മില്ലിയയുടെ തലവനായിരിക്കുന്ന സമയത്ത് നിവേദനം നടത്തിപ്പോന്ന ഡോക്ടർ സാക്കിർ ഹുസൈൻ അള്ളാഹു വലിയവനാണ്. കാലചക്രം വീണ്ടും ഉരുണ്ടുപോയി. താൻ ഇത്രയും കാലം നിവേദനം കൊണ്ടുപോയി കൊടുത്തത് ഏത് കസേരയിൽ ഇരിക്കുന്നവർക്കാണോ ആ കസേരയിൽ ഇരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഡോക്ടർ സാക്കിർ ഹുസൈൻ ഉണ്ടാക്കി. ഡോക്ടർ സാക്കിർ ഹുസൈൻ എന്തു ചെയ്തു എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. പിറന്നു വീണ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ അങ്ങേക്ക് സാധിച്ചു എന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. തന്റെ പഴയ നിവേദനത്തിന്റെ കാര്യത്തിൽ പോലും എന്തെങ്കിലും ചെയ്യാൻ ഡോക്ടർ സാക്കിർ ഹുസൈന് സാധിച്ചോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഇല്ല എന്നതാണ് ഗതകാല ചരിത്രം. സമുദായത്തിന് വേണ്ടി പോട്ടെ, തന്റെ സ്വന്തം നിവേദനം പോലും നടപ്പിലാക്കാൻ രാഷ്ട്രപതി കസേര കിട്ടിയിട്ടും ഡോക്ടർ സാക്കിർ ഹുസൈന് സാധിച്ചിട്ടില്ലെങ്കിൽ അതാണ് ഇന്ത്യയിലെ കൊച്ചു സ്റ്റേറ്റായ കേരളത്തിലെ ഒരു ഇഷ്ടാവട്ടത്തിൽ നിന്നും രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസ് വഴി രാജ്യത്ത് നേടിയെടുക്കപ്പെട്ടത്. ഇന്ന് ഉറുദു ഭാഷയിൽ എഴുതി കൊടുക്കാം, ഉറുദുവിൽ പറയാം, ഭാഷാ സ്റ്റാറ്റസ് കിട്ടിയിരിക്കുന്നു. ഉറുദു തിരിയുന്ന ആരും ലീഗിലില്ല. ലീഗിൽപ്പെട്ടവർക്കാർക്കും ഉറുദു അറിയില്ല. പക്ഷെ ഉറുദു സംസാരിക്കുന്നവന്റെ മുഴുവൻ അവകാശങ്ങൾ സംരക്ഷിച്ചത് ആരാണെന്ന് ഒരു പഠന വിദ്യാർത്ഥിയുടെ ഗവേഷണം നടത്തട്ടെ. അതിന് ഉത്തരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നത് മാത്രമാണ്. ഇതൊക്കെ ഒരു ചെറിയ കാര്യമാണോ? ഇതൊക്കെ വിസ്മരിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും? നോക്കൂ, അത് മാത്രമല്ല, ഇനിയുമുണ്ട് 10 കാര്യങ്ങൾ. ഇവിടെ പാട്ട് കച്ചേരി ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. ഉറുദു ഭാഷ കഴിഞ്ഞു. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് മൈനോറിറ്റി കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി പദവി. ഇന്ത്യ രാജ്യത്ത് മൈനോറിറ്റി കമ്മീഷൻ ഭരണഘടന ഉണ്ടായ കാലം തൊട്ടുണ്ട്. ആ കമ്മീഷൻ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളെ ദയനീയമായ അവസ്ഥകൾ കണ്ട് പല പരിഹാര നിർദ്ദേശങ്ങളും ഗവൺമെന്റ് മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പൂച്ചന നാടെടുത്ത് കയറി തിരിച്ചു പോകും, അല്ലെങ്കിൽ കൊട്ടയിലേക്ക് പോകും. നിയമപരമായി യാതൊരുവിധ അധികാരം ഇതിനില്ല. ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവി ഇല്ലാത്തതുകൊണ്ട് ന്യൂനപക്ഷ കമ്മീഷൻ കൊടുക്കുന്ന എല്ലാ റെക്കമെൻഡേഷൻസും ഇക്കാലം അത്രയും ഗവൺമെന്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ മൈനോറിറ്റി കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി പദവി കൊടുക്കണമെന്ന നമ്മുടെ ആവശ്യം, ആ ആവശ്യം വന്നതോടുകൂടി മൈനോറിറ്റി കമ്മീഷൻ കൊടുക്കുന്ന എല്ലാ റെക്കമെൻഡേഷനുകളും ഒരു ലീഗലി ബൈൻഡഡ് ഡോക്യുമെന്റായി മാറി. നിയമപരമായി ഗവൺമെന്റിന് ഒന്നുകിൽ അംഗീകരിക്കണം, അല്ലെങ്കിൽ നിയമം നോക്കി അതിനെ റിജക്ട് ചെയ്യണം. അതേപോലെ തന്നെ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ ശോച്യാവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു കമ്മിറ്റി വേണം. അതാണ് സച്ചാർ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ വെളിപ്പെടുത്തലുകൾ, നിഗമനങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. ഇങ്ങനൊരു കമ്മിറ്റി വെക്കുന്നതിലേക്ക് നയിച്ച രാഷ്ട്രീയ കാരണങ്ങൾ അതാരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഈ 10 ആവശ്യങ്ങളുമായി നമ്മൾ കോൺഗ്രസുമായി വീണ്ടും മുന്നണി ബന്ധം വിളക്കിച്ചേർത്തപ്പോൾ അന്ന് വീണ്ടും പ്രതിസന്ധി ഉണ്ടായി. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ അച്ചടിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗിന്റെ നേതാക്കൾ വാശി പിടിച്ചു. സേഠു സാഹിബ് മനാത്തുവാലോ പറഞ്ഞു, മാനിഫെസ്റ്റോയിൽ ഈ ആവശ്യങ്ങൾ വരണം. മാനിഫെസ്റ്റോ അച്ചടിച്ചു പോയി എന്ന് പറഞ്ഞു. അച്ചടിച്ചത് ഞങ്ങൾക്ക് അറിയണ്ട, വേറെ അച്ചടിക്കണം എന്ന് പറഞ്ഞു. AICCക്കാണ് മാനിഫെസ്റ്റോ അടിക്കാൻ പ്രശ്നം. മുസ്ലിം ലീഗിന്റെ ആവശ്യം വീണ്ടും കടുത്തതായിരുന്നു. അച്ചടിച്ച കോടിക്കണക്കിന് വരുന്ന മാനിഫെസ്റ്റോ AICC ആസ്ഥാനത്ത് തീയിട്ട് ചുട്ടു. എന്നിട്ട് മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ച് പുതിയ മാനിഫെസ്റ്റോ പുറത്തിറക്കി.
രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. വമ്പിച്ച രീതിയിൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിലെത്തി. എത്തിക്കഴിഞ്ഞാൽ ആദ്യം എന്താണ് ഈ ഗവൺമെന്റിന്റെ പരിപാടി? എന്താണ്? അതാണ് ഫസ്റ്റ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെയാണ് അതറിയാം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് കൈ കിട്ടി. കരട് കൈ കിട്ടിയ സേട്ട് സാഹിബും മനാത്ത് വാലിയും ക്ഷുഭിതനായി. എവിടെ നമ്മുടെ ആവശ്യം? രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇത് കാണുന്നില്ല. വീണ്ടും പ്രക്ഷോഭമുണ്ടായി. വിടും, ഞങ്ങൾ പോകും. ഇത് ഈ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ കൂടിയേ തീരൂ. കോൺഗ്രസ് ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ ചെയ്തു തരാം. ഇത് ഡിക്ലെയർ ചെയ്താൽ കുറെ പ്രയാസമുണ്ട്, രാജ്യത്ത് അങ്ങനെയാവും ഇങ്ങനെയാകും. പക്ഷെ വിട്ടില്ല, ശക്തമായ നിലപാടെടുത്തു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്റെ കരട് മാറ്റിവെച്ച് നമ്മുടെ ഈ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ച് വീണ്ടും നയപ്രഖ്യാപന പ്രസംഗം രാഷ്ട്രപതിയിലൂടെ പുറത്തു വന്നു. കട്ട് ഓഫ് ഡേറ്റ് ബില്ല് നിയമനിർമ്മാണമാകുന്നു. അന്നത്തെ ക്ഷേമകാര്യമന്ത്രിയായിരുന്ന സീതാറാം കേസരിയിലൂടെ ഉറുദു ഭാഷക്ക് സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് പതിവ് വന്നു. വെറും ഭാഷാ അംഗീകാരം മാത്രമല്ല, സെക്കൻഡ് ഒഫീഷ്യൽ, രണ്ടാം ഔദ്യോഗിക ഭാഷയായിട്ട് ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടു. ഹിന്ദി കഴിഞ്ഞാൽ 2. മൈനോറിറ്റി കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി പദവി വന്നു. അതേപോലെ തന്നെ പല കലാപങ്ങൾ ഇന്ത്യയിൽ നടന്നു. മീററ്റ് കലാപം, ബദാവുൻ കലാപം, ഭഗൽപൂർ കലാപം, നെല്ലി കലാപം. ഈ കലാപങ്ങളെ കുറിച്ച് വിവിധ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ്. ഇതെല്ലാം ക്രോഡീകരിച്ച് ഒരു സ്പെഷ്യൽ കോർട്ട് ഉണ്ടാക്കണമെന്ന ആവശ്യം, അത് പരിഗണിക്കാമെന്നും പറഞ്ഞു. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗ് ചെയ്ത സേവനങ്ങൾ നമ്മൾ എപ്പോഴും പറയാനുള്ളതാണ്, നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതുമാണ്. പക്ഷെ മുസ്ലിം ലീഗിനെ ചെറുതാക്കി കാണിക്കുന്നവർ, എന്താണോ ഈ പാർട്ടി ലീഗ് സമുദായത്തിന് ചെയ്ത് എന്ന് പരീക്ഷിച്ച് ചോദിക്കുന്ന ചില പുതിയ കടലാസ സംഘടനകളുണ്ട്. അതിൽ ആകർഷകരായി പോകുന്ന നമ്മളെ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കും അങ്ങനെ തേച്ചു മാറ്റാൻ കഴിയുന്ന സംഗതിയല്ല മുസ്ലിം ലീഗ്. ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങൾക്ക്, ഈ കേരളത്തിലെ ഈ ചെറിയ മൂലയിലുള്ള ഈ രാഷ്ട്രീയ ശക്തി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ലീഗ് ചെയ്തു കൊടുത്ത ഈ സേവനങ്ങൾ നന്ദിപൂർവ്വം സ്മരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? ഇത്തരക്കാരോട് ഇതൊക്കെ ആർജവത്തോടു കൂടി, അഭിമാനത്തോടു കൂടി ചോദിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. അതിനവർക്ക് കൊടുക്കേണ്ടത് അവരെ കയ്യടിപ്പിക്കലല്ല, അവരെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കലല്ല, മറിച്ച് അവർക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസമാണ്. അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നമ്മുടെ വേദികളിൽ നടക്കണം. ആ സദസ്സിലിരിക്കുന്ന ഒരുപാട് പേർക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടാവും. അവരെ നിങ്ങൾ കണ്ടെത്തണം. ഇതുപോലെ സമുദായത്തിന് വേണ്ടി പ്രസംഗിക്കാൻ പ്രാപ്തരാക്കി മാറ്റണം. അങ്ങനെ മൊത്തത്തിലുള്ള സമീപകാലത്ത് കടന്നു വന്നിരിക്കുന്ന പലതരം അധരവ്യായാമങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് ഉത്ഭുതതയോടുകൂടി മുസ്ലിം ലീഗ് വേദികൾ ഉജ്ജ്വലമായി തീരണം. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിന് എല്ലാവിധ ആശീർവാദങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.